നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കർപ്പൂരവള്ളി, കഞ്ഞിക്കൂർക്കയില തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന പനിക്കൂർക്കയെ പറ്റിയിട്ടാണ്. അപ്പോൾ സാധാരണ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ നീര് വാട്ടിപ്പിഴിഞ്ഞ് കൊടുക്കാറുണ്ട്. അതുപോലെ കഫക്കെട്ട്, നീർക്കെട്ട് തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും അതുപോലെ ആവി കൊള്ളിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് ഇതൊന്നുമല്ല. അപ്പം വ്യത്യസ്തങ്ങളായ ഹെയർ പാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് വഴി ചിലപ്പോൾ നീരിറക്കം, കഫക്കെട്ട് തുടങ്ങിയവയൊക്കെ വരുന്നവരാണെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ പനിക്കൂർക്കയുടെ ഇലകളും കൂടെ അരച്ച് ചേർത്തിട്ട് ഹെയർ പാക്കുകൾ ഉപയോഗിച്ച് നോക്കൂ. അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ മറ്റേ അലോവേര മുതലായിട്ടുള്ള മരുന്നുകളൊക്കെ ഇട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള എണ്ണകളൊക്കെ കാച്ചി ഉപയോഗിക്കുന്നവരാണെങ്കിലും പനിക്കൂർക്കയുടെ ഇലകളും കൂടെ അതിൽ ചേർത്തിട്ട് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നീർക്കെട്ടും, തൊണ്ടവേദന, കഫക്കെട്ട് മുതലായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇല വെച്ച് പരിഹരിക്കാൻ പറ്റും.